വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗുമസ്തൻ ഫിലിം കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമയിൽ ആദ്യം തന്നെ ആരൊക്കെയാണ് അണിയറ പ്രവർത്തകർ എന്ന് പറയാം. ഡയറക്ടർ അമൽ കെ ജോബി, റൈറ്റർ റിയാസ് ഇസ്മത്ത്, പ്രൊഡ്യൂസർ മുസാഫിർ അബ്ദുള്ള, സിനിമാറ്റോഗ്രാഫി കുഞ്ഞുമോൻ എസ് കുമാർ, എഡിറ്റർ അയൂബ് ഖാൻ, പിന്നെ മ്യൂസിക് സ്റ്റീഫൻ ദേവസി. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ ജെയ്സ് ജോസ്, ബിബിൻ ജോർജ്, ഷാജു ശ്രീധർ, ദിലീഷ് പോത്തൻ, റോണി ഡേവിഡ് രാജ്, കൈലാഷ്, IM വിജയൻ, അസീസ് നെടുമങ്ങാട്, സ്മിനു സിജോ, പിന്നെ മറ്റു താരങ്ങളും. ആദ്യം തന്നെ ഈ സിനിമയിൽ പള്ളിപ്പാടൻ എന്ന ക്യാരക്ടറിനെ യാഥാർത്ഥ്യമാക്കിയ ജെയ്സ് ജോസിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഈ സിനിമയിൽ ഡയറക്ടറും റൈറ്ററും പറഞ്ഞതിനേക്കാൾ ഒരു പക്ഷേ ഡബിൾ മടങ്ങ് നിങ്ങൾ ആ റോളിനെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ നല്ലൊരു ആക്ടറാണ്. അത് നിങ്ങൾ ഈ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മറ്റൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, സിക്കാഡ. അതിൽ നിങ്ങളുടെ വേഷം അത്ര സുഖമുള്ള വേഷമല്ല, അത് നന്നായി വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയും എനിക്കിഷ്ടമായില്ല. മാത്രമല്ല അതിലെ ക്യാരക്ടറുകളും ഒരു സുഖമില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ആ സിനിമയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾക്ക് നല്ല അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് നല്ലൊരു അതിന് പറ്റിയ റോള് കിട്ടിയാൽ നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ പ്രശ്നം നിങ്ങൾ ഈ സിനിമയിൽ പരിഹരിച്ചിരിക്കുകയാണ്. നിങ്ങൾ നല്ലൊരു നടനാണെന്ന് ഇതിൽ തെളിയിച്ചിരിക്കുകയാണ്. നന്നായി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ മനസ്സിൽ അങ്ങോട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ജെയ്സ് ജോസിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഈ ക്യാരക്ടറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ആ ക്യാരക്ടറിനെ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മെനഞ്ഞെടുത്തിട്ടുണ്ട് പറയില്ലേ, മിനിക്കി എടുത്തിട്ടുണ്ട് പറയില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങളും. അതുപോലെ ഇതുപോലത്തെ ക്യാരക്ടറുകൾ നിങ്ങൾക്ക് ഒരുപാട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ക്യാരക്ടറിനെ എന്തായാലും എല്ലാ പ്രേക്ഷകരും തന്നെ മനസ്സിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ജെയ്സ് ജോസ് ചെയ്ത ഈ പള്ളിപ്പാടൻ എന്ന ക്യാരക്ടറിൻ്റെ ആ നെയിം, അതായത് ആ പള്ളിപ്പാടൻ, അതാണ് ഈ സിനിമയ്ക്ക് ശരിക്ക് പേരായിട്ട് കൊടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഗുമസ്തൻ എന്നാണല്ലോ സിനിമയുടെ പേര്. അതിന് പകരം പള്ളിപ്പാടൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിപ്പാടൻ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറുകളും തന്നെ പോകുന്നത്. ഒരു പക്ഷേ ഈ പള്ളിപ്പാടനെ എല്ലാവർക്കും ഈ സിനിമയിൽ പേടിയാണ്. അതേപോലെ ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീട്ടിലായാലും സമൂഹത്തിലായാലും അതേപോലെ തൊഴിൽ, കോടതിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു, ആ ഒരു മേഖലയിലായാലും ഇങ്ങേരെ പൊതുവായിട്ടൊരു റെസ്പെക്റ്റും ഉണ്ട്, അതേസമയം ഒരു പേടിയുമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. ഒരു സീരിയസ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ സീരിയസ് ക്യാരക്ടർ ആണെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളിൽ ആ സീരിയസ്നെസ് വിടാതെ തന്നെ ഒരു നല്ലൊരാളെ എന്ന രീതിയിൽ സിനിമയിൽ അവസാനമാകുമ്പോഴേക്കും വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു റോളിൽ ബിബിൻ ജോർജിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ കരയണം. ശരിക്ക് സാധാരണ പിതാവ് കരയും. പക്ഷേ നിങ്ങളോട് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടർ പറയുന്നു, ഒന്ന് കരഞ്ഞൂടടെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കരയുന്നില്ല. നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് നിങ്ങൾ അവിടെ വെളിപ്പെടുത്തി. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്യാരക്ടറിനെ നിങ്ങൾ അവസാനം വരെയും വിട്ടില്ല. ഒരു ദുരൂഹത നിറഞ്ഞ ക്യാരക്ടറാണ് ഈ പള്ളിപ്പാടൻ. അത് ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ കുറച്ച് നെഗറ്റീവ് വശങ്ങൾ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അതിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങൾ പറയാം. ബിബിൻ ജോർജ് ഈ സിനിമയിൽ കുറേ കാര്യങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അങ്ങേരുടെ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്മിനു സിജോയ്ക്ക് വേലക്കാരിയുടെ റോള്, അതേപോലെ ഒരു ഡിറ്റക്റ്റീവ് പോലത്തെ ഒരു റോളുമാണ് അവർക്ക്. അവർ സിനിമയിലുടനീളമുണ്ട്, അവരും നന്നായി ചെയ്തിട്ടുണ്ട്. അസീസ് നെടുമങ്ങാടിനും ഒരു റോളുണ്ട്, അതേപോലെ അത് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജു ശ്രീധർ പോലീസായിട്ട് വന്നിട്ട് അങ്ങേര് ഈ സിനിമയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഹീറോ ലുക്കിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോയും എല്ലാ സംഭവവും പള്ളിപ്പാടനായ ജെയ്സ് ജോസ് തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ അങ്ങനെ
കാണാം. മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ജെയ്സ് ജോസിൻ്റെ അഭിനയം ഈ സിനിമയെ നമ്മളെ അങ്ങനെ കണ്ടിരുത്തുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്, അതായത് കുറ്റാന്വേഷണ മൂവിയാണ്. പക്ഷേ കുറ്റാന്വേഷണം എന്നതിനേക്കാളും എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട്, അതായത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നുകൊണ്ട് ക്രൈമുകൾ ചെയ്യാം എന്നൊരു ത്രില്ലർ മൂവി ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായത്. അതേപോലെ തന്നെ വലിയ വലിയ കുറ്റം നിറഞ്ഞ പ്രതികളെ എങ്ങനെയൊക്കെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ ഡയലോഗ് വഴി, അതിൻ്റെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ, അതായത് കോടതിയിൽ എങ്ങനെയൊക്കെയാണോ അവരെ രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയകളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു ത്രില്ലിങ് കിട്ടുന്നുണ്ട്. അത് തെറ്റായൊരു വിഷയമാണ് സത്യത്തിൽ, പക്ഷേ സിനിമയ്ക്ക് സിനിമയായിട്ട് നമ്മൾ കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതൊരു ത്രില്ലിങ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഡയലോഗ് ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഡയലോഗുകളൊക്കെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും ആ പള്ളിപ്പാടൻ്റെ ക്യാരക്ടർ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ അങ്ങോട്ട് അടുത്ത അതിനുള്ള ഉത്തരം പറയുകയാണ്. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ സ്ക്രിപ്റ്റിൽ എഴുതി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞാൻ പോസിറ്റീവ് വശമൊക്കെ പറഞ്ഞു, ഇനി നെഗറ്റീവ് വശങ്ങൾ ഇതിലുണ്ട്, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ നല്ല മാസ് BGMകൾ കൊടുത്തിട്ടുണ്ട്. പള്ളിപ്പാടന് അതേപോലെ മറ്റ് ക്യാരക്ടറുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പള്ളിപ്പാടൻ്റെ BGM ഓക്കെ, അത് നന്നായിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അതിൽ വേറെ അപശബ്ദങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഒരു കരകരാന്നുള്ള ഒരു ജാതി ഒരു സൗണ്ട് കയറി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ക്രിസ്ത്യൻ തീം മ്യൂസിക് പോലത്തെ ഒരു പ്രത്യേക BGM ആണ് പള്ളിപ്പാടന് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എല്ലാ ക്യാരക്ടറുകൾ വരുമ്പോഴും എന്തിനാ ഇങ്ങനെ മ്യൂസിക് തൊട്ട് കൊടുത്തിരിക്കുന്നത്? അതൊരു വലിയൊരു നെഗറ്റീവ് വശമായി. കാതടപ്പിക്കുന്ന മ്യൂസിക്കായിപ്പോയി. അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോയി. അതേപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങിലും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. എഡിറ്റിങ് അതേപോലെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി, അതിലും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അവർക്ക് ഭയങ്കര മ്യൂസിക്കും അതേപോലെ തന്നെ സ്ലോ മോഷൻ, ഒരു ലാഗ് ഫീൽ ചെയ്യുകയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നമുക്കൊരു മടുപ്പ് പിടിപ്പിക്കുന്നുണ്ട്. പള്ളിപ്പാടൻ എന്നൊരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് അങ്ങനെ സഹിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. ആ കാര്യങ്ങളിൽ മോശമായി. പക്ഷേ BGM ഒക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓവറായിപ്പോയി. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതേപോലെ തന്നെ പള്ളിപ്പാടൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു സീരിയസ്നെസ്, കാര്യങ്ങൾ, അങ്ങേരുടെ ആ നോട്ടം, ആ ഒരു ക്രൂരമായ രീതിയിലുള്ള ഒരു അവസ്ഥ, അതിനൊക്കെ ശരിക്കും അങ്ങേർക്ക് നല്ല ആക്ഷൻ രംഗങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. ഇതിൽ വെറുതെ കുറച്ച് തട്ടുമുട്ടും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പോരാ. പള്ളിപ്പാടൻ്റെ ആ ക്യാരക്ടറിന് ശരിക്കും ജെയ്സ് ജോസിന് നല്ല ആക്ഷൻ രംഗങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം നന്നായി ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം ഈ ക്യാരക്ടർ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ആക്ഷൻ രംഗങ്ങൾ ഒരു 2-3 എണ്ണം കൊടുക്കാമായിരുന്നു. ഈ സിനിമയുടെ അവസാനം ഒരു ചെറിയ ആക്ഷൻ ഉണ്ട്. ആ ആക്ഷനും തന്നെ പോരാ. അത് നല്ല ആക്ഷനായിട്ട് കുറേ ഗുണ്ടകളൊക്കെ വന്നിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ലെവലാകുമായിരുന്നു. ആ ഒരു മിസ്റ്റേക്കും ഇതിൽ വന്നുപോയി. അപ്പോൾ സിനിമയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിലുടനീളം ഉള്ളത് കൊണ്ട് അത് നമുക്ക് കുറച്ചൊരു മടുപ്പ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് മൂവിയായിട്ട് എനിക്ക് ഇഷ്ടമായി എന്നേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഈ സിനിമ ഇഷ്ടമായെങ്കിലും ഒരു ആവറേജ് മൂവിയുടെ അവസ്ഥയിൽ എനിക്കിതിനെ കാണാൻ പറ്റിയുള്ളൂ. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. പക്ഷേ സിനിമ കാണുന്ന മറ്റുള്ളവരുടെ അഭിപ്രായം അവർ തന്നെ പറയണം. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗുമസ്തൻ എന്നാൽ പള്ളിപ്പാടൻ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.